66 പുസ്തകങ്ങളിലും യേശുവിനെ നമുക്ക് കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകത്തിൽ അവൻ സ്ത്രീയുടെ സന്തതിയാണ്. പുറപ്പാട് പുസ്തകത്തിൽ അവൻ പെസഹ കുഞ്ഞാടാണ്. ലേവ്യ പുസ്തകത്തിൽ അവൻ മഹാപുരോഹിതനാണ്. സംഖ്യാപുസ്തകത്തിൽ അവൻ അടിക്കപ്പെട്ട പാറയാണ്. ആവർത്തന പുസ്തകത്തിൽ വിശ്വസ്തനായ ഒരു പ്രവാചകനാണ്. യോശുവയുടെ പുസ്തകത്തിൽ സർവ സൈന്യാധിപനാണ്. രൂത്തിന്റെ പുസ്തകത്തിൽ വിശ്വസ്തനായ ഒരു വീണ്ടെടുപ്പുകാരനാണ്. അടുത്ത പുസ്തകം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അവൻ നീതിയുള്ള ന്യായാധിപതിയാണ്. 1-2 രാജാക്കന്മാർ 1-2 ശമൂവേൽ 1-2 രാജാക്കന്മാർ 1-2 ദിനവൃത്താന്ത പുസ്തകത്തിൽ അവൻ ദാവീദിൻ്റെ സന്തതിയാണ്. എസ്രയുടെ പുസ്തകത്തിൽ ശക്തനായ ഒരു ശാസ്ത്രിയായി നമുക്ക് കാണാം. എസ്തേറിൻ്റെ പുസ്തകത്തിൽ അവൻ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥ അണയ്ക്കുന്ന ഒരു മധ്യസ്ഥനാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ അവൻ വീണ്ടെടുപ്പുകാരനാണ്. സങ്കീർത്തന പുസ്തകത്തിൽ അവൻ നല്ല ഇടയനാണ്. സദൃശ്യവാക്യത്തിൽ അവൻ ജ്ഞാനമാണ്. സഭാപ്രസംഗിയിൽ എല്ലാം അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നവനാണ്. ഉത്തമഗീതത്തിൽ 10,000-ങ്ങളിൽ സുന്ദരനാണ്. ശാരോനിലെ പനിനീർ പൂവാണ്. യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്. യിരെമ്യാവിൻ്റെയും വിലാപങ്ങളുടെയും പുസ്തകത്തിൽ അവൻ നമ്മുടെ രക്ഷകനാണ്. യെഹെസ്കേലിന്റെ പ്രവചനത്തിൽ അവൻ ദൈവത്തിന്റെ മഹത്വമായി വെളിപ്പെട്ടവനും. ദാനിയേലിന്റെ പ്രവചനത്തിൽ തീയുടെ നടുവിൽ നാനാമനായി വെളിപ്പെട്ടു വന്നവനാണ്. ഹോശയ്യയുടെ പ്രവചനത്തിൽ മടങ്ങിപ്പോയതിനെ സ്നേഹിച്ച് തിരിച്ചു കൊണ്ടുവരുന്നവനാണ്. യോവേൽ പ്രവചനത്തിൽ വെറ്റിലും വെട്ടുക്കിളിയും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ മടക്കിക്കൊണ്ടുവരുന്നവനാണ്. ആമോസിന്റെ പ്രവചനത്തിൽ അവൻ നമ്മുടെ ഭാരം ചുമക്കുന്നവനാണ്. ഒബദ്യാവിന്റെ പുസ്തകത്തിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നവനാണ്. മീഖയുടെ പുസ്തകത്തിൽ അവൻ നമ്മുടെ രക്ഷകനാണ്. ഹബക്കുക്കിന്റെ പ്രവചനത്തിൽ അവൻ വൈകിപ്പോയ പ്രവചനങ്ങളെ നമ്മളിലേക്ക് വലിച്ച് അടുപ്പിക്കുന്നവനാണ്. സഫന്യാവിന്റെ പുസ്തകത്തിൽ അവൻ രക്ഷകനാണ്. ഹഗ്ഗയുടെ പുസ്തകത്തിൽ അവൻ സകല ജാതികളുടെയും മനോഹര വസ്തുവാണ്. സഖറിയാവിന്റെ പ്രവചനത്തിൽ കൃപയായി വെളിപ്പെട്ടവനാണ്. മലാക്കിയുടെ പ്രവചനത്തിൽ അവൻ നീതി സൂര്യനാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ അവൻ യഹൂദന്മാരുടെ രാജാവ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ അവൻ ദാസനാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അവൻ മനുഷ്യപുത്രനാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അവൻ ദൈവപുത്രനാണ്. തീർന്നില്ല, അപ്പോസ്തല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അളവ് കൂടാതെ പകരുന്നവനാണ്. റോമാ ലേഖനത്തിൽ അവൻ നമ്മുടെ നീതിയാണ്. 1-2 കൊരിന്ത്യ ലേഖനത്തിൽ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നാത്തത് നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നവനാണ്. ഗലാത്യ ലേഖനത്തിൽ എന്റെയും നിങ്ങളുടെയും ശാപം മാറ്റുവാൻ എനിക്ക് വേണ്ടി ശാപമായി മാറിയവൻ. എഫെസ്യ ലേഖനത്തിൽ സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവാണ്. കൊലോസ്യ ലേഖനത്തിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ അവൻ നമ്മുടെ സന്തോഷമാണ്. ഹല്ലേലൂയ. 1-2 തെസ്സലോനിക്ക ലേഖനത്തിൽ 1000 ദൂതന്മാരുടെ അകമ്പടിയോടെ വീണ്ടും വരുന്നവനാണ്. തിമോഥെയോസിന്റെ ലേഖനത്തിൽ അക്ഷയതയെ നൽകുന്നവനാണ്. തീത്തോസിന്റെ ലേഖനത്തിൽ പ്രതിഫലത്തെ നൽകുന്നവനാണ്. ഹല്ലേലൂയ. ഇന്ന് പകല യേശുവിനെ കരമാടിച്ച് ഫിലോമോന്റെ ലേഖനത്തിൽ നമ്മുടെ കടം മാറ്റുന്നവൻ. എബ്രായ ലേഖനത്തിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ എല്ലാം നല്ലദാനവും തികഞ്ഞ വരമൊക്കെയും നമ്മുടെ മേൽ പകരുന്നവനാണ്. 1-2 പത്രോസിന്റെ ലേഖനത്തിൽ അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. 1-2-3 യോഹന്നാന്റെ ലേഖനത്തിൽ ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ പ്രസ്താവിച്ച ജീവനാണ് അവൻ. യൂദായുടെ ലേഖനത്തിൽ വീഴാതെ വണ്ണം മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നമ്മെ നിർത്തുന്നവനാണ്. അതുകൊണ്ട് തീർന്നില്ല. വെളിപ്പാട് പുസ്തകത്തിൽ അവൻ രാജാതി രാജാവ്, കർത്താതി കർത്താവ്,
സകല ജനവും കാണുക മേഘാരൂഢനായി വെളിപ്പെടുന്നവന് അവന്റെ പേര് യേശു.